എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട NIOS+2 വിദ്യാർത്ഥികളെ, നമ്മൾ സോഷ്യോളജി എന്ന സബ്ജക്റ്റിലെ ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണല്ലേ ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്താം. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ആകപ്പാടി ഇപ്പോൾ എത്രയാണ് 11 ചാപ്റ്ററുകളാണ് മുഴുവനായിട്ട് പഠിച്ചിട്ടുള്ളത്. അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പം ഞാൻ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയതിൽ നിന്നും ഈ 11 ചാപ്റ്റർ നമ്മളിപ്പോൾ പഠിച്ച ചാപ്റ്ററുകളിൽ നിന്ന് ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്കൊരു 30 മാർക്കിനോളം തന്നെ നമ്മൾ ഈ ഇത്രയും പഠിച്ച ചാപ്റ്ററുകളിൽ നിന്നായിട്ട് ക്വസ്റ്റ്യൻസ് എഴുതാനായിട്ടുണ്ട്. അതായത് ഫസ്റ്റിൽ ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, റിലവൻസ് ഓഫ് സോഷ്യോളജി ഇൻ ഡേ ടു ഡേ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് 2 മാർക്കിൻ്റേത്. അതുപോലെ സോഷ്യോളജി, ആന്ത്രോപോളജി, ഇവ തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞില്ല. ഒന്നിൽ ഹിസ്റ്ററി ആവാം, ആന്ത്രോപോളജി, ഏതെങ്കിലും ഒരെണ്ണം, പൊളിറ്റിക്കൽ സയൻസ്, അങ്ങനെ ഏതെങ്കിലും ഒന്ന് ചോദിക്കുമെന്ന്. അപ്പോൾ ഇതിൽ 2 മാർക്കിന് അത് ചോദിച്ചിട്ടുണ്ട്. സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ, അതിനെക്കുറിച്ചിട്ട് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ തന്നെ 6 മാർക്ക് അവിടെ നിന്നായി അല്ലേ. അതുപോലെ നമ്മളിപ്പോൾ പഠിച്ചതിൽ നിന്ന് മാത്രമാണ്. അതുപോലെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അസോസിയേഷനെ കുറിച്ച് എഴുതാനായിട്ടുണ്ട്. 4 മാർക്കിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ അതോറിറ്റി, അതിനെക്കുറിച്ചിട്ട് എഴുതാൻ. 4 മാർക്കിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ വാല്യൂസ്. പിന്നെ അപ്പോൾ തന്നെ എത്ര മാർക്കായി? 12 മാർക്ക്. പിന്നെ സ്റ്റാറ്റസ് ആൻഡ് റോള്, അത് 4 മാർക്ക്. അപ്പോൾ തന്നെ എത്ര മാർക്കായി? 12, 16 മാർക്കിനായി. പിന്നെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുമ്പോൾ റിലേഷൻഷിപ്പ് എമോങ് അക്വിൽച്ചറേഷൻ, ഇൻ്റഗ്രേഷൻ, അതുപോലെ അസിമിലേഷൻ, ഇത് 6 മാർക്കിന്. ഇത് നമ്മളിപ്പോൾ തൊട്ടടുത്ത് പഠിച്ച ചാപ്റ്ററാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ 10-30 മാർക്കോളം അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഇനി ഓപ്ഷണൽ മൊഡ്യൂൾ കിടപ്പുണ്ട്. അത് 15 മാർക്കിനാണ്. അത് നല്ല ഈസിയാണ്. സ്റ്റാറ്റസ് ഓഫ് വിമൻ ആണ്. നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. സ്റ്റാറ്റസ് ഓഫ് വിമൻ എന്ന ഓപ്ഷണൽ മൊഡ്യൂൾ, അതാണ് നമ്മൾ സെലക്ട് ചെയ്ത് പഠിച്ചിട്ടുള്ളത്. 15 മാർക്കിൽ നിങ്ങൾക്ക് എങ്ങനെ അത് ഒരുവിധം നിങ്ങൾ എഴുതുന്നവർക്ക് ഒരു 10 മാർക്കിൽ കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ 40 മാർക്കായി. നിങ്ങളുടെ TMAയുടെ മാർക്കുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെ നോക്കിയാലും 50 മാർക്കിന് മുകളിൽ പോകാനുള്ളത് ഈ 11 ചാപ്റ്റർ പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിൽ വേറെ ക്വസ്റ്റ്യൻ, കമ്മ്യൂണാലിസം എങ്ങനെയാണ് നാഷണൽ ഇൻ്റഗ്രേഷന് ഭീഷണിയായി നിൽക്കുന്നതെന്ന്. അതായത് വർഗീയത എങ്ങനെ നമ്മുടെ ദേശീയോദ്ഗ്രഥനത്തിന് ഭീഷണിയാവുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ. അത് നമുക്ക് വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കാനുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് എഴുതാനായിട്ട് സാധിക്കും. കാരണം ഹിസ്റ്ററിയിൽ നമ്മളത് പഠിച്ചതാണ്. അതുപോലെ വേദാസ്, അതിൽ വേറൊരു ക്വസ്റ്റ്യൻ വേദാസിനെ കുറിച്ചിട്ട് എഴുതാനായിട്ട്, അതും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. പിന്നെ എൻവയോൺമെൻറ്റലിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് എൻവയോൺമെൻറ്റുമായിട്ട് സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടു. ഇതെല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. അതെല്ലാം നമ്മൾ പഠിച്ചാലും ഇല്ലെങ്കിലും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ എങ്ങനെ പോയാലും ഈ 11 ചാപ്റ്ററുകൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് തന്നെ 50% മാർക്ക്, 50%-ന് മുകളിൽ മാർക്ക് വാങ്ങാനുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി കൂടി അപ്പോൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു, സോഷ്യോളജി ഒരു 90 മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വാങ്ങിക്കാൻ കഴിയും. അല്ലെങ്കിൽ 80-85 മാർക്കിന് മുകളിൽ. നിങ്ങൾ പല വീഡിയോയുടെ താഴെ കമൻറ്റ് നോക്കിയാലും അറിയാം, മുൻ വർഷത്തെ വിദ്യാർത്ഥികൾ അവർ പഠിച്ചിട്ട് 85%-ൽ കൂടുതൽ മാർക്ക് വാങ്ങിപ്പോയ ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ TMAയുടെ മാർക്ക് കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് 90%-ന് മുകളിൽ മാർക്ക് വാങ്ങാൻ സാധിക്കും. പക്ഷേ ഒന്ന് പരിശ്രമിക്കാനുള്ളൊരു മനസ്സ് കൂടി നിങ്ങൾക്ക് കൂടി ഉണ്ടാവണം. ഞാൻ ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ പഠിക്കാം എന്നുള്ളൊരു ബോധവും ചിന്തയും നിങ്ങൾക്ക് കൂടി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് എക്സാമിനെ പേടിയില്ല. കാരണം സോഷ്യോളജി അത്ര എളുപ്പമാണല്ലോ. ഹിസ്റ്ററി പോലെയൊന്നും നമുക്ക് അത്രയ്ക്ക് പ്രയാസമൊന്നുമല്ല. എന്ത് വേണോ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ എന്ത് വേണോ എഴുതാൻ പറ്റണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് അറിയണം അല്ലേ. അപ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 3-4 ക്വസ്റ്റ്യനൊക്കെ പഠിച്ചു പോകുക എന്നുള്ളത് വളരെ ഈസിയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ കമൻറ്റുകൾ പറയണം. കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വന്ന് പറയണം. നിങ്ങൾക്ക് എത്രത്തോളം അത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നും നമ്മൾ പഠിച്ചതിൽ നിന്ന് എത്ര ചോദിച്ചുവെന്നും അങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വന്ന് പറയുക. വെറുതെ വീഡിയോ കണ്ടു പോകരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ പഠിക്കുന്ന കുട്ടികൾ ഉറപ്പായിട്ട് കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് പഠിക്കാൻ ഇപ്പോൾ ഈ എക്സാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്തെടുക്കുക. ഓക്കെ.